ഇത് രാവിലെ എഴുന്നേറ്റ് പടിയൊന്നും വന്ന് നിൽക്കുന്ന നിൽപ്പല്ല കേട്ടോ. ചെറിയ പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിന്നതാണ്. നമ്മുടെ വീഡിയോക്ക് ഒരു ഇൻട്രോ പറയാൻ സിറ്റൗട്ടിലേക്ക് വന്നതാണ്. പക്ഷെ ചുറ്റുമുള്ള സൗണ്ട് എന്നെ ഇൻട്രോ പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്റെ കുറച്ച് പ്രഹസനങ്ങളാവാൻ ഓർത്തു. ഹംനയുടെ പ്രഹസനങ്ങളും കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. മേലൊക്കെ മൊത്തം മേലല്ല ഡ്രസ്സൊക്കെ നനച്ചിട്ടുണ്ട്. കൈയ്യഴലായിരുന്നു കേട്ടോ കാര്യമായിട്ട്. വാപ്പിച്ച് ഇതേ ഓട്ടം പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഫോണിൽ യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അതും പ്ലേ ചെയ്തിട്ടാണ് വാപ്പിച്ച് പോകുന്നത്. ഗേറ്റ് തുറക്കുന്നത് കാര്യമായി ഹംന നോക്കി നിൽക്കുന്നുണ്ട്. ഹംനക്ക് എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇന്ന് ഇത് കണ്ടിട്ടായിരിക്കും ഇനി നാളെ രാവിലെ വാപ്പിച്ചിനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ ആക്ഷനിലൊക്കെ പറഞ്ഞു കൊടുക്കലായിരിക്കും കേട്ടോ. വാപ്പിച്ച് ഗേറ്റ് തുറന്നാല് ഇനിയിപ്പോ വണ്ടി കയറി പോകുന്നുള്ളത് ഹംനക്ക് നന്നായിട്ട് അറിയാട്ടോ. അപ്പൊ അതും കൂടി നോക്കി നിൽക്കാണ് വാപ്പിച്ച്. അപ്പൊ ദേ വണ്ടിയൊക്കെ എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വേഗം വന്ന് നിൽക്കാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനായിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ, ഞാനും ഹംനയും കൂടി. അതിപ്പോ ഹംനക്ക് യൂസ്ഡ് ആയതുകൊണ്ട് ഞാൻ എപ്പോ വീഡിയോ എടുത്താലും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും എന്റെ ക്യാമറ ഓൺ ആയാൽ മതി, ഹംന ദേ അപ്പൊ പ്രസന്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഭയങ്കര അഭിനയായിരിക്കും. ഇവളുടെ ഡ്രസ്സ് ആണെങ്കിൽ നനഞ്ഞിരുന്നിട്ട് എന്നെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ചെറിയ ഇറിറ്റേഷൻ ഒക്കെ ആയിരുന്നു. അപ്പൊ കാര്യമായി ഉമ്മൊക്കെ തന്നെ സോപ്പ് ഇടുന്നുണ്ട്. അങ്ങനെ ഇക്കാക്കും ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിൽ പോക്ക് രണ്ടായിട്ടാണല്ലോ. ആദ്യം ഇക്കാക്ക് പോകും, പിന്നാലെ ഞാൻ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇക്കാക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്തോ അത്യാവശ്യമായിട്ട് എവിടേക്കും ഇക്കാക്ക് പോകാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇക്കാക്ക് നേരത്തെ ഇറങ്ങുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇന്നിപ്പോ ഹംനയുടെ മൂഡ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. കാരണം ടാറ്റയൊക്കെ കൊടുത്ത് വിടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റൗണ്ട് അടിക്കാൻ, മിഠായി വാങ്ങിക്കുക, ഇതൊക്കെ ഇവിടെ പതിവാണേ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേ ഹംനാണെങ്കിൽ മൊത്തം നനഞ്ഞിരിക്കാണ് ഇവിടെയൊക്കെ. ചായ കുടിച്ചതിന്റെ കോലാണ് കേട്ടോ. ഇന്നിപ്പോ എഴുന്നേറ്റ് പിന്നെ രണ്ടാമത്തെ ഡ്രസ്സ് ചേഞ്ചിങ് ആണ് ഹംനയുടെ. ഞങ്ങളുടെ സിനിമ നടിയാണ് കേട്ടോ. ഓരോ മണിക്കൂറിലും ഓരോ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അല്ലേ ഹംന? അല്ലേ ഹംന? അപ്പൊ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു ഫുള്ളി ഹോം വീഡിയോ ആയിരിക്കില്ല. കാരണം ഇന്ന് ഹയാസിന്റെ സ്കൂൾ ആനുവൽ ഡേ ആണ്. ഇന്ന് 15th തേഴ്സ്ഡേ. അപ്പോൾ ഈവനിങ് 6 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹയാസ് പ്രോഗ്രാമിനുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി ആ ടൈമിനുള്ളിൽ കൊണ്ടുപോയി സ്കൂളിലാക്കണം. അപ്പോൾ ഞാൻ കൊണ്ടുപോയി സ്കൂളിലാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇക്കാക്ക പോയി ഓഫീസിൽ പോയി, വാപ്പിച്ച് പോയി ജോലിക്ക്. ഞാനും ഹംനയും ഹയാസും ഉമ്മിച്ചി മാത്രമേ ഉള്ളൂ. ഉമ്മിച്ചി ഉച്ചക്കലത്തേക്കുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹയാസ് ഇരുന്ന് TV കാണുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ, ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ രാവിലെ എണീച്ചിരുന്ന് TV കാണുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പം ഇനി ഉച്ചയ്ക്ക് ഹയാസിനെ കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് അവിടെ നിന്ന് ഓഫീസിലും കൂടി ഒന്ന് പോകണം. ഓഫീസിൽ പോയിട്ടായിരിക്കും ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വരണത്. പിന്നെ റെഡി നമ്മൾ വൈകിട്ട് ആനുവലിലേക്ക് പോകും. അപ്പം നമ്മളുടെ വീഡിയോ കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാലോ. മിക്കവാറും കമൻസ് ഒക്കെ റെഗുലറായിട്ട് നോക്കണവരാണെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും. നമ്മളുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഹൈസിൻ്റെ സ്കൂളിൽ. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇന്നും നാളെയും 2 ദിവസമായിട്ടാണ് ഇവരുടെ ആനുവൽ ഡേ. ഇന്ന് കിഡ്സ് ഡേ ആണ്. pre-KG to 2nd സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെയാണ് ഇന്ന് പ്രോഗ്രാം. നാളെ 3rd സ്റ്റാൻഡേർഡ് ടു ഹയർ ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പ്രോഗ്രാമാണ്. ഹംന എവിടെ പോകണേണ് ഷൂസ് ഒക്കെ ഇട്ടിട്ട്? ഇപ്പോഴേ ഹംന രാവിലെ തുടങ്ങൂട്ടാ ഷൂസും ഇതൊക്കെ ഇട്ട് ഇറങ്ങി പോകലാണ്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കാണ്, കഴിക്കാൻ പോവാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുണ്ട്, ബുൾസൈ ഉണ്ട്, പിന്നെ 2 ടൈപ്പ് ചട്നി ഉണ്ട് കേട്ടോ. ടൊമാറ്റോ ചട്നി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, സാമ്പാറും ഉണ്ട്. അപ്പൊ അതേ നമ്മുടെ വീട്ടിലേക്ക് മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ വെല്ലുമ്മയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വാപ്പിച്ചിയുടെ ഉമ്മയാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്. അപ്പൊ ഉമ്മ ഓൾറെഡി ചായ കുടിച്ചിട്ട് വന്നതാണ്. എന്നാലും ഞാൻ ചായ കുടിക്കാനിരുന്നപ്പോൾ ഞാൻ കാര്യമായി നിർബന്ധിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു തവണ കുടിച്ചാൽ പിന്നെ കുടിക്കാറൊന്നുമില്ല. അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേരുടെ പുറകെ നടക്കുന്ന ആ ഒരു പ്രകൃതിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് വെല്ലുമാക്ക്. അപ്പൊ ഉമ്മ അവിടെ ഇരുന്ന് ഞങ്ങളോട് കൗണ്ടർ അടിക്കുന്നുണ്ട്. അല്ല, ഞാൻ അവരോട് കൗണ്ടർ അടിക്കുന്നുണ്ട്. പിന്നെ ഉമ്മിച്ചിയും അവിടെ ഇരുന്നിട്ട് ഉച്ചക്കലത്തേക്കുള്ള പരിപാടി കുക്കിംഗ് കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുട്ടീസ് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കാര്യമായി ടിവിയും കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഒരു വൈബ് അടിച്ചിട്ടാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദോശ ആയതുകൊണ്ട് നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴാണ് കേട്ടോ ചുട്ടെടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റാണ് ഞാൻ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉമ്മിച്ചി എവിടെ ഇരുന്ന് പച്ചക്കറി കരിയുന്നുണ്ട്. അതിന്റെ കൂടെ ഹംനയുടെ ഭയങ്കര വികൃതിയാണ് കേട്ടോ. എന്തോ കാര്യം പറഞ്ഞ് പിണങ്ങിയതാണ്. ഇപ്പൊ ചെറിയ രീതിയിൽ പിണങ്ങിയാൽ പോലും ഇതുപോലെ കമ്മന്നടിച്ച് കിടക്കുക, കരയുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചു, പാത്രം കഴുകി. അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. മെയിനായിട്ട് ക്ലീനിങ്ങിലുള്ളത് കുറച്ച് തുണികൾ വാഷ് ചെയ്യാനിടാനുണ്ട്. പിന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപടി പോയതാണ്. അപ്പൊ ബെഡൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് വിരിക്കണം. പിന്നെ അടിച്ചു വരണം, തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഹയാസിനെ സ്കൂളിലേക്ക് കൊണ്ടുപോയേക്കേണ്ട ടൈം ആവും. ഇപ്പോ 10:15 അപ്പൊ ഇനി അധികം ലാഗ് എടുപ്പിക്കണ്ട. ഹംനാനെ ഹയാസിനെ കുളിപ്പിക്കണം. ഹയാസിനെ ആണെങ്കിൽ ഹെയർ ഒക്കെ ഒന്ന് ഷാമ്പു വാഷ് ചെയ്യണം എന്നൊക്കെയാണ് നമുക്ക് മിസ് പറഞ്ഞേക്കണത്. അപ്പോൾ അവൻ്റെ ആണെങ്കിൽ മുടി അത്യാവശ്യം ഇങ്ങനെ വലുതായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ബർത്ത്ഡേ കൂടിയാണ് ഹയാസിൻ്റെ. അപ്പം ഞാൻ ബർത്ത്ഡേനോട് അടുപ്പിച്ചൊരു മേക്ക് ഓവർ നടത്താമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയും അങ്ങോട്ട് പോകുന്നു. പെട്ടെന്ന് വളരണ ഒരു ടൈപ്പാണ് അവൻ്റെ ഹെയർ.
അപ്പൊ ഇനി അധിക സമയങ്ങൾ എന്റെ ഷടപടിയെന്ന് പറഞ്ഞ് ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാം. ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുമ്പോഴും കൊട്ടി കൊടഞ്ഞു വിരിക്കുമ്പോഴും ഒന്നല്ലെങ്കിൽ ഹയാസ് അല്ലെങ്കിൽ ഹംന, കൂടുതൽ ഹംനയാണ് കേട്ടോ. ഇന്നിപ്പോ ഹയാസ് ആയിരുന്നു അതിന്റെ മണ്ടയിൽ കയറിയിരുന്നത്. പിന്നെ ഒരു കണക്കിന് അവനെ ഞാൻ പുറത്തേക്കാക്കി റൂമിന്റെ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ തുണികൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ വാഷ് ചെയ്യാനായിട്ട് ഇടാനായിട്ട്. അപ്പൊ കൈയോടെ അതൊക്കെ സോർട്ട് ചെയ്തിട്ട് വേഗം തന്നെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു, ലിക്വിഡൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ അടിച്ചു വരാനാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സെറ്റിയുടെ കവറൊക്കെ ഒന്ന് കൊട്ടി കൊടഞ്ഞു വിരിക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. എനിക്കുണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ റൂം ആണെങ്കിലും ഈ ലിവിംഗ് ഏരിയ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരുപോലെ തന്നെ എപ്പോഴും കാണാൻ അത്ര വലിയ താല്പര്യമല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുക, റീഅറേഞ്ച് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അതിനോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ നിലവിൽ ഇപ്പം എനിക്ക് ലിവിംഗ് ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സോഫേനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിടുക എന്നുള്ളതാണ്. ഓൾറെഡി സോഫ അത്യാവശ്യം ഡാമേജ് ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മളതിന് കവറൊക്കെ ഇട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സെറ്റിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുമരിന്റെ കാര്യം പറയണ്ടല്ലോ. ഞാൻ മിക്കവാറും ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് നമ്മുടെ വീട് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും എന്നുള്ളത്. നമുക്കും അറിയാം അത്യാവശ്യം കലാവിരുദ്ധകൾ ഉള്ളതുകൊണ്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവുന്നു. പക്ഷെ പെയിന്റ് അടിക്കുമ്പോൾ ഇപ്പൊ നിലവിൽ പിള്ളേരുള്ളതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാൻ. ഹയാസിന്റെ ക്ലാസ് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾ പറയുന്നത് എന്തായാലും നമ്മൾ മുഖവരയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അടിച്ചു വാരി കൊണ്ടുവന്നത് ഇവിടെ എത്തിയപ്പോൾ ഹയാസിന് ഒരു ആഗ്രഹം, അവനിക്ക് അതൊന്ന് അടിച്ചു വാരി എടുക്കണം എന്നുള്ളത്. എന്നാൽ പിന്നെ ചെയ്തോട്ടേ നോർത്തു. സമയമുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഇതൊക്കെ അനുവദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വെല്ലുമ്മ അവിടെ നോക്കിയിരിക്കുന്നുണ്ട്. ആ വെല്ലുമ്മക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തോ പിള്ളേരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ കൊണ്ട്. ഞാൻ പക്ഷെ ഇതൊക്കെ അവനെ ശീലിപ്പിക്കാറുണ്ട്. അവന്റെ പാത്രമൊക്കെ അവനെ കൊണ്ട് തന്നെ കഴിക്കാറുണ്ട്. പിന്നാലെ ഞാൻ തുടച്ചും കൂടി ഇട്ടു. അപ്പൊ ഇത് ഒരു വലിയ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ, അണച്ചിട്ട് പാടില്ല. നല്ല ധൃതി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹയാസിനെ കൊണ്ടുപോയാക്കാനായിട്ട്, സ്കൂളിൽ കൊണ്ടുപോയാക്കാനായിട്ട് ഞാനും റെഡിയായി, ഹയാസും റെഡിയായി. ഇന്ന് കളർ ഡ്രസ്സാണ് കേട്ടോ ഹയാസിന്. അല്ലേ ഹയാസ്? ഡാൻസ് ഒക്കെ അടിപൊളിയായിട്ട് കളിക്കൂലേ? അപ്പൊ ഇനി ഹയാസിനെ കൊണ്ടുപോയി ആക്കണം. ഹയാസിന് ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി ഞാൻ ഇനി ഇവനാക്കിയിട്ട് നേരെ അവിടെ നിന്ന് ഓഫീസിൽ പോകും. എന്നിട്ട് കുറച്ച് നേരത്തെ ഒരു 4 മണിക്ക് ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം വീട്ടിലേക്ക്. എന്നിട്ട് റെഡി ആയിട്ട് വരാനാണ്. പെട്ടെന്ന് എടുത്തിടാൻ പറ്റുന്നതുകൊണ്ട് ഈ കോഡ് സെറ്റ് ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നത് കീറാറായിട്ടുണ്ട് കേട്ടോ, അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധൃതി പിടിച്ചിട്ടേ രണ്ടുപേരെയും കുളിപ്പിച്ചും സെറ്റാക്കിയും ഹയാസിനൊക്കെ സെറ്റാക്കി ഞാൻ കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്നപ്പോഴേക്കും അത്യാവശ്യം ടൈം ലാഗായി. 1 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം പുറത്ത്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞ്. 2 മണിക്ക് മുമ്പ് ഹയാസിനെ സ്കൂളിലേക്ക് ആക്കണം. അപ്പോൾ 1 മണിക്ക് എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാനുണ്ട്. കുറച്ച് സാധനങ്ങൾ ഓഫീസിലേക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ എന്തായാലും പോയിട്ട് വരാട്ടോ. 2 മണിക്ക് മുൻപാണ് സ്കൂളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹയാസിനെ. നമ്മൾ എന്തായാലും ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇക്കാക്ക് ഈ വക കാര്യങ്ങളിലൊന്നും വലിയ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനാണെങ്കിൽ ഈ വക കാര്യങ്ങൾ ഭയങ്കര ഡ്രീം ചെയ്തതാണ് കേട്ടോ, എൻ്റെ മക്കളെയും കൊണ്ട് എൻ്റെ സ്വന്തം വണ്ടിയിൽ നടക്കാന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എന്തായാലും അൽഹംദുലില്ലാ അതൊക്കെ പോസിബിൾ ആവുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഹയാസിനെ മിസ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്റ്റേജൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹയാസിനെയൊക്കെ കൊണ്ടുപോയി ആക്കി. നമ്മൾ അത് ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്തി. ഇപ്പൊ റെഡിയായി. ഞങ്ങൾ പോകാൻ പോവാണ് ഇക്കയുടെ ആനിവേഴ്സറിക്ക് അല്ലേ. അവനെ വീഡിയോ എടുക്കാന്ന് പറയുമ്പോ അപ്പൊ തന്നെ വരും കേട്ടോ എൻ്റെ അടുത്തേക്ക്. അപ്പൊ ഇപ്പൊ സമയം 7:15 ആയിട്ടുണ്ട്. എന്റെ ഉമ്മച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഉമ്മിച്ചീനെ ഇക്കാക്ക ഓഫീസിൽ നിന്ന് വരും വഴി പിക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ റെഡി ആയിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇക്കാക്കയും കൂടി ഒന്ന് റെഡി ആയി വന്നാൽ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ അവനെ ഉമ്മിച്ചീനെ കണ്ട പൊലിവാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ജീപ്പിൽ ഉമ്മിച്ചീനെ കയറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജീപ്പൊക്കെ ഓടിച്ച് ഉമ്മിച്ചീനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മിച്ചി വാങ്ങിച്ചു കൊടുത്തതിന്റെ ഒരു പ്രൗഡിയൊക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ആനുവൽ ഡേയുടെ പ്രോഗ്രാംസ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തായാലും പരിപാടി ആ പറയുന്ന സമയത്ത് തുടങ്ങിയ ചരിത്രമൊന്നും ഇല്ലല്ലോ. ഹംനാണെങ്കിൽ റെഡി ആയപ്പോ തൊട്ട് പോവാന്ന് പറഞ്ഞ് നടക്കാണ്. ഇക്കാക്കിന് ചെരുപ്പിടാൻ മറക്കണ്ടാന്നോർത്തത് ചെരുപ്പും കൊണ്ട് വരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കെയറിംഗ് ഗേളാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒബ്സർവിംഗ് ആണ്. അതുപോലെ അവൾ എല്ലാവരും ചെയ്യും കേട്ടോ. അങ്ങനെ ഉമ്മച്ചിമാരും ഇക്കാക്കയും നമ്മളുമായിട്ട് പോവാണ്. വാപ്പിച്ച് ഓൾറെഡി അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാപ്പിച്ച് അങ്ങോട്ടേക്ക് എത്തിക്കോളും. നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഹയാസിന്റെ ഈ സ്കൂളിലത്തെ ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് ഓൺ ടൈം എത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എത്തിയപ്പോ പിള്ളേരെയൊക്കെ റെഡിയാക്കി ക്ലാസ് റൂമിലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് മിസ്സുമാര്. അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്ര ലേറ്റ് ആയൊന്നുമില്ല. വന്നപ്പോൾ ഇവിടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് 6 മണിയുടെ പ്രോഗ്രാം 7 മണി ആയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പൊ നമ്മൾ എന്തായാലും ഓൺ ടൈം തന്നെ എത്തിയിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കഴിഞ്ഞു. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കോമഡി ആർട്ടിസ്റ്റ് സാജു കൊടിയനില്ലേ, ആ പുള്ളിയായിരുന്നു കേട്ടോ. അപ്പൊ ആ പുള്ളിക്ക് ഇവിടെ മൊമെന്റോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ഉച്ചയ്ക്ക് ഹയാസിനെ ആക്കാൻ വന്നപ്പോൾ സ്റ്റേജ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ വന്നപ്പോണ്ടല്ലോ അതിനേലും ഭയങ്കര ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ ഈ ഒരു അറേഞ്ച്മെന്റും ലൈറ്റിങ്ങും ആ ഒരു വൈബ് എന്ന് പറയുന്നത് അത് അടിപൊളിയായിരുന്നു. പിന്നെ അതേ ഹംനയുടെ ഡാൻസ്, അവിടെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഹംനയും ഇവിടെ ഇരുന്ന് കാര്യമായി തുള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് ഓരോന്നായിട്ട് നടക്കുന്നുണ്ട്. KG പിള്ളേരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ കൂടുതലും ആദ്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഡാൻസിൽ നമ്മുടെ കൊച്ചാപ്പാട മോനും കൂടി ഉണ്ട് കേട്ടോ. ഈ ഇവിടെ നിന്ന് 2ാമത് നിൽക്കുന്ന ആൺകുട്ടിയിലെ അവനാണ് കേട്ടോ നമ്മുടെ കൊച്ചാപ്പാട മോൻ അമീൻ ഹസൻ. അവന്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആണ് കേട്ടോ. ഇവൻ ഇത്ര അടിപൊളിയായിട്ട് കളിക്കുന്നത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
നന്നായിട്ട് കുണുങ്ങിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹംന കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടെററായി ഇങ്ങനെ ഇറങ്ങി നടക്കണം എന്നൊക്കെ ഉള്ളതായി. അപ്പൊ ഞാനും മിക്കാവിടെ അവളെയും കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ബാക്കിലേക്കൊക്കെ നടന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട് ഇവരുടെ ഗ്രൗണ്ട്, അതുപോലെ തന്നെ നല്ല സീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിലേക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് 2 എക്സ്ട്രാ സ്ക്രീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലുള്ളവർക്കും നന്നായിട്ട് കാണാൻ പറ്റി. പിന്നെ ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഫുഡ് ബീവറേജസ് ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ചായ, ലൈവ് ബജ്ജികൾ, അതുപോലെ ഐസ്ക്രീംസ്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, കോട്ടൺ ക്യാൻഡി, പോപ്കോൺ, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ഉമ്മിച്ചിമാർക്ക് വേണ്ടിയിട്ട് ചായ വാങ്ങിച്ചു, കൂടാതെ ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ താരത്തിന്റെ പ്രോഗ്രാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ താരൻ സ്റ്റേജിൽ കയറി വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം ചായ കാര്യങ്ങളൊന്നും കുടിച്ചില്ല. ഇപ്പൊ ഇരുന്നതാണ് കേട്ടോ നമ്മുടെ പുത്രൻ. ഇവനുണ്ടല്ലോ ഈ കുണുങ്ങി കളിക്കാന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ് കേട്ടോ. മിസ്സുമാരാണെങ്കിലും ഈ ഡാൻസിന്റെ പ്രാക്ടീസിനെ പറ്റി ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇവൻ നന്നായിട്ട് കളിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതുപോലെ വീട്ടിൽ വന്നിട്ടും ഓരോ സ്റ്റെപ്പ് കാണിക്കുമ്പോഴും ഭയങ്കര സ്പീഡിലാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ പാട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നേ. പാട്ട് കേട്ടില്ലേ, തമിഴ് ഡപ്പാങ്കുത്ത് ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്റെ പൊന്നെ, എന്നെ എനർജി ആയിരുന്നു എന്നറിയോ. എന്റെ പുത്രനായതുകൊണ്ട് പറയണല്ലോ, നല്ല അടിപൊളിയായിട്ട് എന്റെ കണ്ണും മനസ്സും വയറൊക്കെ നിറഞ്ഞ പോലെ തന്നെ അവൻ എന്തായാലും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഗ്രൂപ്പായിട്ടായിരുന്നു, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പൊ എ ഗ്രൂപ്പായിരുന്നു ഹയാസ് ഉണ്ടായിരുന്നത്, അവരെ കഴിഞ്ഞപ്പോൾ ബി ഗ്രൂപ്പിന്റെ. പിന്നെ എയും ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ടും കൂടി ആയിട്ടായിരുന്നു കേട്ടോ ഡാൻസ് ഉണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളിയായിരുന്നു. അതിന്റെ ഇവരുടെ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹയാസ് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അത് ഫുൾ വീഡിയോ ആയിട്ട് ഇടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം നമ്മുടെ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ ഇവിടെ പാട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡാൻസ് പഠിപ്പിച്ച മിസ്സുമാരുടെ എഫേർട്ട്, അവരുടെ ടെൻഷനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഹയാസിന്റെ ഡാൻസ് കഴിഞ്ഞ പാടെ ഭയങ്കര പോയ ദാഹവും വിശപ്പൊക്കെ വന്നു എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പൊ ഞങ്ങൾ വേഗം വന്നിട്ട് ചായയും ബജ്ജിയൊക്കെ കഴിച്ചു. അപ്പൊ നമ്മുടെ മുകേഷ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൽ നിന്ന് നമ്മുടെ ഹയാസിന്റെ ഡാൻസ് കാണാനായിട്ട്. ഹംനാനെ പുറത്തേക്ക് ഇറക്കി വിടേണ്ട താമസം ഹംനതെ ഓരോ പിള്ളേരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് ശ്രദ്ധിക്കുമ്പോൾ അവൾ ഓടി വന്നിട്ട് എന്റെ അടുത്തേക്ക് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചായയും ബജ്ജിയൊക്കെ കഴിച്ചപ്പോൾ തന്നെ എന്തോ ഭയങ്കര ആശ്വാസമായി. അപ്പൊ ഇനി ഹയാസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ചൈൽഡ് റിസീവിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു കോർണർ ഉണ്ടായിരുന്നു. ഡാൻസ് കഴിഞ്ഞ പാടെ ഞങ്ങൾ വിളിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ഇവർക്ക് ബിരിയാണി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ടേ കൊച്ചിനെ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാൽ മതി എന്നാ പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നിന്നപ്പോൾ പിള്ളേര് വരുന്നുണ്ട്. ഹയാസ് അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും മക്കളെ ഇങ്ങനെ ഫസ്റ്റ് കൊണ്ടുപോകാനും അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവമായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു തിരക്ക് ഒഴിയട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ സൈഡായിട്ട് നിന്നു. അങ്ങനെയാണ് ഹയാസിനെ നമ്മൾ പിക്ക് ചെയ്തത്. അപ്പൊ ഈ ഡ്രസ്സൊക്കെ നമുക്ക് തന്നെ എടുക്കാം കേട്ടോ, നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ആക്ച്വലി എന്റെ തൊട്ട് ഈ ഡ്രസ്സ് നമുക്ക് റിട്ടേൺ കൊടുക്കേണ്ടി വരും, റെന്റഡ് ആയിരിക്കും എന്നായിരുന്നു കേട്ടോ. പിന്നീടാണ് നമുക്ക് ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഹയാസി വലിച്ചുകൊണ്ട് പോകുന്നത് അബ്ബേനെ കോട്ടൺ ക്യാൻഡി വേണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങി. അപ്പൊ ഗൈസ്, നമ്മൾ ഹയാസിന്റെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തി. ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സമയം 11:45 രാത്രി യാത്രയില്ല. അപ്പൊ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ എന്തോ എടുത്തിട്ടുള്ളൂ. ഇടാൻ പറ്റിയ ഞാൻ എന്തായാലും ഇടാത്ത ഷോർട്സ് ആയിട്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു.